അധികാരമുള്ള, അതിലുപരി പിശാചിന്റെ ആത്മാക്കൾ നിറയപ്പെട്ടിരിക്കുന്ന ശൗലിന് അതിന് ബലമുണ്ട്. ഹല്ലേലൂയ. ശൗല് അനേകരെ കൊന്നത് ദാവീദ് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദാവീദേ, നിന്റെ മനുഷ്യബുദ്ധിയിൽ നീ പറഞ്ഞത് സത്യമാണ്. ശൗലിന്റെ കൈക്ക് അതിന് കരുത്തുണ്ട്. ഹല്ലേലൂയ. ഗോലിയാത്തിനെ ദാവീദ് പേടിച്ചില്ല, പെലിസ്ത്യ സൈന്യത്തെ ദാവീദ് പേടിച്ചില്ല. എന്നാൽ ആ ദാവീദിനെ പേടിപ്പിക്കുവാൻ കഴിയത്തക്കവണ്ണം ശൗലിന്റെ കൈക്ക് ബലമുണ്ട്. അതെങ്ങനാ ദൈവമക്കളെ? ഞാൻ പറയാം. ശൗലിന്റെ മേൽ വസിക്കുന്നത് ദുരാത്മാവാണ്. ദുരാത്മാവാണ്. അവൻ കാണിക്കുന്ന കോറ്റികള്, അവൻ കാണിക്കുന്ന ബഹളം, അതിന് ബലമുണ്ടെന്ന് ദാവീദിന് അറിയാം. സ്തോത്രം. തന്റെ യൗവന പ്രായത്തിൽ ദാവീദ് പറയുകയാണ്, അഭിഷേകം പ്രാപിച്ച ദാവീദ് പറയുകയാണ്, ശൗലിന്റെ തൈലക്കൊമ്പിനാൽ അഭിഷേകം പ്രാപിച്ച ദാവീദ് പറയുകയാണ്, എന്റെ മുന്നിൽ മരണം കാണുന്നു. അവൻ പറയുന്നത് സത്യമാണ്, മനുഷ്യബുദ്ധിയിൽ സത്യമാണ്. എന്നാൽ ദൈവാത്മാവിൽ അത് സത്യമല്ല. ദാവീദേ, നീ മരിക്കേണ്ടത് എപ്പോഴാണെന്നറിയാമോ? ദീർഘായുസ്സുള്ളവനായിട്ട്, നന്നാ വയസ്സ് ചെന്നവനായിട്ട്. നീ മരിക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി. നിന്നോട് ആര് പറഞ്ഞു നിന്റെ യൗവനത്തിൽ നീ മരിക്കുന്നത്? കണ്ടോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല രാത്രിയും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പിശാചിന്റെ രാത്രിയുടെ ഭയങ്കരതയെ ഒന്നുകൂടെ ആഴമായി കാണിക്കാറുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ വീണ്ടും പറയുന്നു, അത് സാത്താന്റെ ശക്തിയാണ്. നീ അതിനെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദാവീദ് ഇത് പറയുമ്പോൾ, കുഞ്ഞെ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന് അവന് ഉപദേശം കൊടുക്കുവാൻ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ദാവീദിനെ സഹായിക്കാൻ ഇവരാരുമില്ല. ദാവീദിന്റെ ചേട്ടന്മാർ പട്ടാളക്കാരാണ്. ദാവീദിന് അപ്പനുമുണ്ട്, അമ്മയുമുണ്ട്, ദാവീദിന് കൂട്ടുകാരുണ്ട്. ആരും ദാവീദിനോട് പറഞ്ഞില്ല ശൗലിനെ കൊല്ലത്തില്ലെന്ന്. കണ്ടോ? ഇവിടെയാണ് നമ്മൾ തനിയെ ജയമെടുക്കേണ്ടത്. ഈ രാത്രിയെ നാം ജയിക്കണം. ഇതും ഒരു രാത്രിയാണ്. അബ്രഹാം തന്റെ ശരീരത്തെ നോക്കി വിധിച്ചപ്പോൾ ശരീരം പ്രായം ചെന്ന് ക്ഷീണിച്ച ബലഹീനമാണ്. പക്ഷേ ദാവീദിന്റെ ശരീരം പ്രായം ചെന്ന് ബലഹീനം ക്ഷീണിച്ച ശരീരമല്ല. അവൻ പറയാണ്, ഇത് വെട്ടി മുറിക്കും, ഇത് അറുത്തു മുറിക്കും, ഇത് കുത്തിമാറ്റും, ഇത് കൊല്ലും, ഇതില്ലാതാകും. ഇല്ല. കണ്ടോ? ഞാൻ രണ്ട് ശരീരത്തെ രണ്ട് പ്രായത്തിൽ വെളിപ്പെടുത്തുകയാണ്. അബ്രഹാമിന്റെ ശരീരം പ്രായം ചെന്നതാണ്. അതാരും ശത്രു അവനെ കൊന്നുമാറ്റുമെന്നല്ല അവൻ പറഞ്ഞത്. ഇതിനി ശേഷിച്ചിരിക്കുവാൻ ഇതിന് ആരോഗ്യമില്ല. എന്നാൽ ദാവീദിന് രോഗമല്ല, അവന് നല്ല ചോരത്തളപ്പുള്ള ആരോഗ്യമുള്ള ശരീരമാണ്. അതിനെതിരായി ഒരു വാളവൻ കാണുന്നു. ആ വാട് ശക്തിയുള്ളതാണ്. ആ വാട് പലരെയും കൊന്നിട്ടുള്ളതാണ്. ആ വാട് പിടിച്ചിരിക്കുന്നത് ദുരാത്മാവ് ബാധിച്ചവനാണ്. അത് ചെയ്യരുതെന്ന് അവനോട് പറയുവാൻ അന്നാർക്കും അധികാരമില്ല. ശൗലേ, നീ അത് ചെയ്യരുതെന്ന് പറയുവാൻ ആർക്കും അവന്റെ മേൽ അധികാരമില്ല. എന്നാൽ ശൗലിന്റെ വാളിന്റെ മേൽ അധികാരമുള്ള ഒരുവനാണ് ദാവീദിന്റെ ദൈവം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കണക്കുകൂട്ടല്ല ശരി, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഏലിയാവിനോട് ചോദിക്ക്, ഏലിയാവിന് ഇതല്ലേ പറയാനുള്ളത്? ഇസബേലിനെ കൊന്നുമാറ്റും, ഇസബേലിനെ കൊന്നുമാറ്റും. ചുറ്റും നോക്കി ഏലിയാവ് പറയാണ്, ഞാൻ ഒരുത്തൻ മാത്രം, ഞാൻ ഒരുത്തൻ മാത്രം. ഹല്ലേലൂയ. കരിത്തോട്ടിരുന്നപ്പോൾ അവൻ ഒരുത്തൻ മാത്രമില്ലായിരുന്നു. അവൻ എന്തുകൊണ്ട് അവിടെ വെച്ചത് പറഞ്ഞില്ല? അവൻ അപ്പവും വെള്ളവും കിട്ടിയതുകൊണ്ട്. സാരാഭാദ്ര വിധവയുടെ വീട്ടിൽ അവൻ ഒരുത്തൻ മാത്രമല്ലായിരുന്നു. അവന്റെ കൂടെ വേറെ ആരുമില്ലായിരുന്നല്ലോ. അവൻ എന്തുകൊണ്ടത് പറഞ്ഞില്ല?
കളത്തിലെ മാവും ഭരണിലെ എണ്ണയും കിട്ടിയതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചൂരച്ചെടിയുടെ ചോട്ടിൽ കിടക്കുമ്പോൾ അവരെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അവിടെ അവനൊന്നും കിട്ടുന്നില്ല. കണ്ടോ? അവിടെ കെടിയത്തോടില്ല, അവിടെ സാരാഭാഗത്തിലെ ഭരണിയില്ല. അവൻ പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം. ആര് പറഞ്ഞു? നീ ഒരുത്തൻ മാത്രമാണ്. കാക്കയുടെ കയ്യിലേക്കാൾ സാരാഭാഗത്തിലെ വിധവയുടെ വീട്ടിലേക്കാൾ തരുവാൻ കഴിവുള്ളവനാണ് മരുഭൂമിയിൽ നിന്റെ ദൈവം. നീ ഇന്ന് വരെ തിന്നതുകൊണ്ട് ഒരു ദിവസമേ നിനക്ക് ജീവിപ്പാൻ ബലം കിട്ടിയുള്ളൂ. ഞാൻ ഇനി തരാൻ പോകുന്നത് കൊണ്ട് 40 നാൾ നീ നടക്കും. എന്റെ ഹൃദയം സന്തോഷത്തിൽ നിറങ്ങിയ ചുറ്റും നോക്കുമ്പോൾ കലത്തിലെ മാവില്ലാതിരുന്നപ്പോൾ, ഭരണിലെ എണ്ണയില്ലാതിരുന്നപ്പോൾ, കാക്കയില്ലാതിരിക്കുമ്പോൾ, കിരിത്തോടില്ലാതിരിക്കുമ്പോൾ നീ നിനക്കെതിരെ ഒരു വിധി പറയും. ആരുമില്ല, ഞാൻ ഒരുത്തൻ മാത്രം. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ദൂത് പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്, കടമാണ്, മുൻപോട്ട് പോകുവാൻ പണമില്ലാത്ത അവസ്ഥയാണ്. അബ്രഹാമിന് പണത്തിന്റെ കുറവല്ല, ശരീരത്തിന്റെ പ്രായമാണ്. ദാവീദിന് പണത്തിന്റെ കുറവല്ല, അവനെതിരായിട്ടുള്ള വാളാണ്. എന്നാൽ ഏലിയാവിനതല്ല, പട്ടിണിയാണ്. ദൈവത്തെ സേവിക്കുന്ന ആ ദൈവദാസന് അനേക നാളുകളായി പട്ടിണിയാണ്. ഒരു കാക്ക, ഒരു കെരീത്തോട് അത് വറ്റുന്നു. ഒരു വിധവ, ഒരു സാരാഭാഗത്തിലെ കരം, ഒരു സാരാഭാഗത്തിലെ ഭരണി അതുമില്ലാതാക്കുന്നു. അവനും മരണത്തോടടുക്കുന്നു. അവനും ഇരുട്ട് കയറി പിടിക്കുന്നു. അവൻ ചുറ്റും നോക്കി, ഒന്നുമില്ല. അവനും നിലവിളിക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് ദൂത് ആഴമായി പകരം തരികയാണ്. എനിക്കറിയാം നിങ്ങളുടെ അകത്തെ ദൂത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ദൈവം തന്നതാണ്. നിങ്ങൾക്കുള്ള ദൂത ആ ഏലിയാവിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരെഴുത്, ആ ദാവീദിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരെഴുത്, അബ്രഹാമിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരെഴുത്. എന്താണ് എഴുതി മാറ്റാൻ വേണ്ടാത്ത ഒരു പേരാണ് ദൈവം. ഏലിയാവിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരെഴുതിയിട്ട് ഏലിയാവിന്റെ ദൈവം എഴുതിയെടുത്ത് അതേ ദൈവത്തെ തന്നെ നിങ്ങൾക്ക് എഴുതാം. ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല. യാക്കോബ് പറഞ്ഞു, ഞാൻ മക്കളില്ലാത്തവനായി മരിക്കും, ദുഃഖത്തോടെ പാതാളത്തിലാക്കും. അവന്റെ ചിന്ത അവന്റെ ശവമടക്കാം. യാക്കോബിനെ അടക്കിയതുപോലെ ഒറ്റ വ്യക്തിയെയും അതിന് പിൻപും മുൻപും അടക്കാൻ ഇടയായിട്ടില്ല. അവന്റെ അവസാനത്തെ അടക്കം അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ദുഃഖത്തോടെ എന്റെ നരയെ പാതാളത്തിൽ കിടക്കും, എനിക്ക് മക്കളില്ല. എല്ലാ മക്കളും കൊച്ചുമക്കളും കൂടെ, എല്ലാ രാജ്യത്തിലെ ഉന്നതന്മാരും കൂടെ അവന്റെ ശവമടക്കിയത് എത്രയോ ഉന്നതമായിട്ടാണ്. കണ്ടോ, ഞാൻ ഈ പകല് പറയുന്നു, രാത്രി കാലത്ത് ദൈവസന്നിധിയിൽ നിൽക്കണം. നമ്മുടെ ജീവിതത്തിന്റെ രാത്രിയാമങ്ങളിൽ മറ്റ് പലയിടങ്ങളുമാണ് തേടുന്നത്. അതാണ് നമ്മുടെ തോൽവി. കരിങ്കോട് പറ്റുമ്പോൾ യോർദാൻ തേടി പോകരുത്. നീ തോറ്റുപോ. നിനക്കുള്ളത് യോർദാനല്ല, സർവ്വമാണ്. ഇവിടെയാണ് നമ്മുടെ പരാജയം. ദൈവത്തിന്റെ ഹിതം അതാണ് നിറവേറ്റ.